ഡോക്ടർ ഒത്തിരി പേര് ഇപ്പോൾ ഇൻടേക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ്. അതിൻ്റെയൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അത് എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷം ആയിട്ടുള്ളൊരു കാര്യമാണ്? അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും എല്ലാം കഴിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അവരുടെ ജനറൽ കണ്ടീഷൻ നോക്കിയിട്ടേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. വെൽക്കം ടു ലൈഫ് ലൈൻ പ്ലസ്. മുട്ടുവേദന, മുട്ടുതേയ്മാനം എന്നീ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജൻ ആയിട്ടുള്ള ഡോക്ടർ റിജു ആണ്. വെൽക്കം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ, ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇപ്പം എല്ലാവർക്കും ഒരു ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടുതേയ്മാനം ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരിക്കാം. സോ അതിനെ പറ്റിയിട്ട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞ പോലെ ഒരു ഫാമിലി എടുക്കുമ്പോൾ അതിനകത്ത് യങ് പേഷ്യൻസ് ഉണ്ടാവും, പ്രായമുള്ള ആൾക്കാരുണ്ടാവും. പലർക്കും അതിൻ്റെ വേദന വരേണ്ട കാരണങ്ങൾ പലതായിരിക്കും. ഇപ്പം പ്രായമുള്ള ആളാണെങ്കിൽ മുട്ട് തേയ്മാനം, സന്ധിവാതം അങ്ങനെയൊക്കെ ആയിരിക്കും. അത് കാരണമായിരിക്കും വേദന കൂടുതലും വരിക. ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് മറ്റസുഖങ്ങൾ, അതായത് സ്പോർട്സ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ വണ്ണക്കൂടുതലോ അല്ലെങ്കിൽ മറ്റ് അസുഖം, അതായത് യൂറിക് ആസിഡ് അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത്. മുട്ടുവേദനയുള്ള എല്ലാവർക്കും മുട്ട് തേയ്മാനം ഉണ്ടാകുമോ? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. മുട്ടുവേദനയുള്ള എല്ലാവർക്കും മുട്ട് തേയ്മാനം ആവണമെന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പോർട്സ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് അങ്ങനെ കൂടുമ്പോഴോ അങ്ങനെയായിരിക്കും വേദന വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ആമവാദം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലത്തെ അസുഖം കാരണമായിരിക്കും വരാനുള്ളത്. ഈ 45-50 വയസ്സാകുമ്പോഴാണ് കൂടുതലും തേയ്മാനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും അതിൻ്റെ തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലും നമ്മൾ കാണുക. അപ്പോൾ ഒരു മുട്ട് വേദന ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അത് തേയ്മാനം ആവണം എന്നൊന്നും ഇല്ല. നോർമലി ഏത് പ്രായം മുതലാണ്, ഇപ്പോൾ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് പ്രായം മുതലായിരിക്കാം ഈ ഒരു രോഗലക്ഷണം കണ്ടുവരുന്നത്? നമുക്ക് തേയ്മാനം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ളതാണ്. ഒന്ന് പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും, രണ്ടാമത് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് നമ്മൾ അറിയുന്ന തേയ്മാനം. അതായത് പ്രായമായുമ്പോൾ നമ്മൾ തരുണാസ്ഥി, കാർട്ടിലേജ് എന്ന് പറയും, അതിൻ്റെ തേയ്മാനം കാരണം ഉണ്ടാവുന്നത്. അത് പ്രായമാകുമ്പോഴത്തേക്ക് നമ്മളെ ജോയിൻസിൻ്റെ വേറെ ടയർ കാരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന തേയ്മാനമാണ്. സെക്കൻഡറി ഓർത്തോറൈറ്റിസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖം കാരണം ജോയിൻറ്റിന് തേയ്മാനം വരാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാഷർ ഡാമേജ്, ലിഗമെൻറ്റ് ഇഞ്ചറി, ആമവാദം, യൂറിക് ആസിഡിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുക, അത് കാരണം മുട്ട് ഡാമേജ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് തേയ്മാനം വരാം. പണ്ടുകാലത്ത് നമ്മൾ പ്രായാധിക സമയത്താണ് ഈ ഒരു രോഗം നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇന്ന് യങ് ജനറേഷൻസിനും ഇത് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ചെറുപ്രായ ആൾക്കാർക്ക് സാധാരണ വരുന്നത് ഏറ്റവും കൂടുതൽ അമിതവണ്ണം. സാധാരണ ഇപ്പം നമ്മൾ നോക്കുന്നത് സെഡൻറ്ററി ഹാബിറ്റ്സ് ആണ്. അതായത് ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യാൻ, മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പൊതുവേ മസിൽസിനും ബോൺസിനും സ്ട്രെങ്ത്ത് കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഇപ്പോഴത്തെ ആഹാര രീതി, ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും പ്രോട്ടീൻസോ അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവൊന്നും കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു മുട്ടിന് പരിക്ക് പറ്റിയാലും അവരിങ്ങനെ വച്ചുകൊണ്ട് നടക്കും, അത് ചികിത്സിക്കാതെ. അപ്പോൾ ഒരു കൂടിയ അവസ്ഥയിലാണ് ചിലപ്പോൾ അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്കാണ് കൂടുതലും യങ് ആൾക്കാരിൽ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പ്രായമായിട്ടുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഈ മുട്ടുവേദനയും മുട്ട് തേയ്മാനവും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സാധാരണ വരുന്നത്, നമുക്ക് മുട്ട് വേദനയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചൂട് വയ്ക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയോ അതുകൊണ്ട് സാധാരണ അത് മാറി പോകാറുണ്ട്. മുട്ട് തേയ്മാനത്തിൻ്റെ വേദനയാണ് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും. നമ്മൾ റെസ്റ്റ് എടുത്താലും വേദന ഉണ്ടാവും. സ്റ്റെപ്പ് കയറുമ്പോഴോ മുട്ടും മടക്കുമ്പോഴോ ഒക്കെ നമുക്ക് വേദന ഉണ്ടാവും. നമ്മളെ ഉറക്കത്തെ ബാധിക്കും, നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. അപ്പം വേദന ഇല്ലാത്ത നമുക്കൊരു ടൈം കാണില്ല. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസിനെ തന്നെ അത് ബാധിക്കുന്ന ചെയ്താകുമ്പോഴാണ് നമ്മളൊരു തേയ്മാനം എന്ന് പറയും. ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുട്ട് തേയ്മാനത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും അത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഒരാൾ നമ്മളോട് വരുമ്പോൾ ഹിസ്റ്ററി പറയുന്നത് വെച്ചാൽ, നേരത്തേക്ക് എനിക്കൊരു 3-4 മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ടിന് വേദന വരുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രയാസമുണ്ട്. രണ്ടാമത് നമ്മളൊരു മൂവിക്കോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴത്തേക്ക് കുറച്ച് നേരം ഇരിക്കുമ്പം സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാനൊക്കെ ഒരു പാടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ കുറേ നേരമൊക്കെ നിന്ന് എനിക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും 1 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കുമ്പോഴത്തേക്ക് കാല് കഴിച്ചേച്ച്
ഇരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ തേയ്മാനം ഉണ്ടോ എന്നൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. പിന്നെ മുട്ടിനകത്ത് ചിലർക്ക് സൗണ്ട് കേൾക്കുന്ന രീതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഇത് ഏതൊരു ഘട്ടം എത്തുമ്പോഴാണ് നമ്മൾ മസ്റ്റായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത്? തുടക്കകാലം തന്നെ നമ്മളിപ്പം ചെറുതായിട്ടൊരു മുട്ടുവേദന വരുമ്പോഴേ നമ്മളത് കാണിക്കണോ, അതോ അതിനൊരു സ്റ്റേജ് ഉണ്ടോ, എങ്ങനെയാണ്? പക്ഷേ എല്ലാവർക്കും പറ്റുന്ന തെറ്റ് അതാണ്. ഒത്തിരി പേര് നമ്മളടുത്ത് ഒത്തിരി സ്റ്റേജ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒരു മെഡിസിൻസോ ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഒത്തിരി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോകേണ്ടി വരുന്നത്. അപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒരു അതായത് കുറേ നേരം നിൽക്കുമ്പോൾ വേദന വരും, അതേപോലെ മുട്ടിനകത്ത് ചൂട്, വേദന, പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നടക്കുമ്പോഴത്തേക്ക് കാല് ബക്കിൾ ചെയ്ത് വീഴുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ കാലിനെ നമ്മൾ നോക്കുമ്പം വളഞ്ഞ് വരുന്ന സ്ഥിതി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ബാധിക്കുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുന്നത് തന്നെയാണ് നല്ലത്. ഈ അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി, ഇതും മുട്ടുവേദനയും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്? അത് വളരെയധികം ബന്ധമുണ്ട്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത് 1 കിലോ വെയിറ്റ് നമ്മൾ ബോഡി കുറച്ചാൽ ഒരു 20 to 30% ആണ് ജോയിൻറ്റിലോട്ടുള്ള ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക. അപ്പോഴത്തേക്ക് ഒരാൾ ഒരു ഓവർ വെയിറ്റ് ആണെങ്കിൽ അത്രയും വെയിറ്റ് കുറയ്ക്കുമ്പോൾ ജോയിൻറ്റിലോട്ടുള്ള നന്നായിട്ട് സ്ട്രെസ്സ് കുറയും. അതനുസരിച്ച് ജോയിൻറ്റ് വേദനയും കുറയും. ഒരു 3 to 4 ടൈംസ് വരെ നമുക്ക് ജോയിൻറ്റിലോട്ടുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടു തേയ്മാനം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കേൾക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് മെനോപോസ്, അതായത് ഒരു പീരീഡ്സ് ഒക്കെ നിന്നതിന് ശേഷം ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമുക്ക് നിൽക്കാറുണ്ട്. യൂഷ്വലി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബോണിൻ്റെയും മസിൽസിൻ്റെ സ്ട്രെങ്ത്തിന് വേണ്ടി. ആണുങ്ങൾക്കാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലൈഫ് ലോങ് ഉണ്ടാവും. അതുകൊണ്ട് അവിടെ ഒരു ലേഡീസിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഈസ്ട്രോജൻ കുറയുമ്പോൾ പൊതുവെയുള്ള ബോണിൻ്റെ സ്ട്രെങ്ത്തും ഡെൻസിറ്റിയും കുറയും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുവാണെങ്കിൽ ഒരു ബോഡി പോസ്റ്ററാണ്. അതായത് നമുക്ക് എപ്പോഴും അറിയാം, ചൈൽഡ് ബർത്തിന് വേണ്ടിയിട്ട് ദൈവമായിട്ട് നമുക്ക് ലേഡീസിന് പെൽവിസിന് വിഡ്ത്ത് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ള ആണുങ്ങളെ കാണിച്ചാൽ, അപ്പോൾ അത് നമ്മളൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടിൽ ചെറിയൊരു ആംഗുലേഷൻ കൂടുതലായിട്ട് കൊടുക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പം ആ ഒരു അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും കൂടുതലായിട്ടും തേയ്മാനം സാധിക്കും. ഈ മുട്ട് തേയ്മാനം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുമോ? മുട്ട് വേദന സത്യം പറഞ്ഞാൽ അത് നമ്മൾ വേറെ ടയർ കാരണം വരുന്നത്, അത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന സാധ്യത കുറവാണ്. നമുക്ക് കൂടാതെ നോക്കാം, എക്സസൈസ്, മസിൽ സ്ട്രെങ്തനിങ് മരുന്നോടുകൂടി നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യത്തക്ക രീതിയിൽ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇതൊരു സീരിയസ് കേസായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ഇല്ലാണ്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് മുട്ട് തേയ്മാനോ അല്ലെങ്കിൽ ഏത് ജോയിൻസിനെ തേയ്മാനോ അതിന് സ്റ്റേജസ് ഉണ്ട്. 1, 2, 3. 1 എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ചെറിയ തോതിന്ന് തുടങ്ങിയ സ്റ്റേജ് പറഞ്ഞാൽ അവസാന ഘട്ടം. നമുക്ക് ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മരുന്ന് എക്സസൈസ് കൊണ്ടൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ ഈ സർജറി സജസ്റ്റ് ചെയ്യുന്നത് ഈ മരുന്ന് എക്സസൈസും ഇഞ്ചക്ഷനും കൊണ്ടൊന്നും മാറാത്ത സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുക. ഒരു സ്റ്റേജ് 1, 2 ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് എക്സസൈസും അതായത് ഫിസിയോതെറാപ്പി മെഡിസിൻസും പറയും. പിന്നെ അത് കൂടാഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ PRP, അതായത് പ്ലാസ്മ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ബ്ലഡ് എടുത്ത് അതിന് പ്ലാസ്മ എടുത്ത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കോശങ്ങൾ ഉണ്ടാവുക. പിന്നെ ഫ്ലൂയിഡ് ഫൈനൽ സ്റ്റേജിലാകുമ്പോഴാണ് നമുക്ക് ഇതിലൊന്നും ഫലിക്കാത്തൊരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി അല്ലെങ്കിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഈ PRP എന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, അത് എത്രത്തോളം ഫലപ്രദമാണ് ആ ഒരു ചികിത്സാ രീതി? പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ വളരെയധികം അതിൻ്റെ പല സ്റ്റഡീസും പറയുന്നത് നല്ല യൂസ്ഫുള്ളാണ്. അതായത് നമ്മളത് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് പുതിയ കോശങ്ങളുണ്ടായാലും തേയ്മാനം കുറയ്ക്കാനും ഒരു പേഷ്യൻ്റ് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ, അതിന് കൂടുതൽ പഠനങ്ങൾ ചെയ്യാനുണ്ട്. സ്റ്റിൽ ഇപ്പം അത് കുറച്ച് നാളെ തുടങ്ങിയിട്ട് ഉള്ളൂ. സ്റ്റിൽ അത് നമുക്ക് നല്ല റിസൾട്ട്സാണ് തരുന്നത്. എപ്പോഴാണ് ഒരു രോഗി ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യേണ്ടി വരുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ഈ 4ാമത്തെ സ്റ്റേജ്, അതായത് മെഡിസിൻസ്, ഫിസിയോതെറാപ്പി, അതുപോലെ ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് മാറുന്നില്ല രോഗം, മുട്ട് വളവും കൂടുന്നു, അതിൻ്റെ ഡെയിലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ സർജറി ആവശ്യമാണ്. സർ, എന്താണ് PRP? അതേപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ ഒരു ചികിത്സാ രീതി എത്രത്തോളം ഫലപ്രദമാണ്? നമുക്ക് PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ.
അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡിലുള്ള അംശമാണ്. നമ്മൾ അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു 20 ml ബ്ലഡ് എടുക്കും. പിന്നെ അതിനെ ലാബിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മെഷീൻ്റെ സഹായത്തോടെ അതിന് പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞ അംശം മാത്രം തിരിച്ചെടുക്കും. അത് എടുത്തിട്ട് നമുക്കിപ്പം എവിടെയാണ് ഇപ്പം മുട്ട് തേയ്മാനം ഉണ്ടെങ്കിൽ മുട്ടിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. ഇപ്പോൾ പേശി ഡാമേജ് ഉണ്ടെങ്കിൽ പേശിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അത് കാരണം എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഡാമേജ് ആയ സാധനം പുതിയതായിട്ട് ഇങ്ങനെ റീജനറേറ്റ് ചെയ്ത് വരും. അതാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് റീജനറേറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് തന്നെ വേറെ പല വിഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പം ഡെർമറ്റോളജി ഒരു ഹെയർ ലോസിന് വേണ്ടിയിട്ട് അവർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ഇപ്പം ഒരു ഉണങ്ങാത്ത മുറിവുകളുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിലും കുത്തിവെച്ചാലും ആ മുറിവ് ഉണങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ റീസെൻ്റായിട്ട് വന്നൊരു അഡ്വാൻസ് ആണ്. അത് പലർക്കും ഈ സർജറി എത്താത്ത സ്റ്റേജുള്ള ആൾക്കാർക്ക് പലരും നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഇതിനാവശ്യമായിട്ടുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും ചെയ്യാൻ പറ്റുന്ന എല്ലാ സർജറികളും ചെയ്യാൻ പറ്റും. അതിൻ്റെതായിട്ടുള്ള എല്ലാം ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഉണ്ട്. ലാമിനാർ ഫ്ലോ OT, അതേപോലെ 4K റെസൊല്യൂഷനുള്ള ആർത്രോസ്കോപ്പ്, അതേപോലെ തന്നെ അതിനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് നാവിഗേഷൻ സർവീസസ്, അതിനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, അതേപോലെ തന്നെ സർജറി കഴിഞ്ഞാൽ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫിസിയോതെറാപ്പിയും. അതിനായിട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ PRP, ഹൈലറോണിക് ആസിഡ്, അതായത് ഫ്ലൂയിഡ് ഇഞ്ചക്ഷൻ, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഇങ്ങനെയുള്ള സകല സർജറിയിലും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങി 2-2.5 വർഷമായി. ആ സമയം കൊണ്ട് ഏകദേശം 500-ൽ പരം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും ഒരു 2000-ലും പരം മറ്റ് സർജറികളും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ PRP അല്ലെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് പോലുള്ള സർജറീസ് ഒക്കെ ചെയ്യുന്നത് ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണോ? എങ്ങനെയാണ് നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ഇപ്പോൾ പേഷ്യൻറ്റിന് എത്താനായിട്ട് ഒത്തിരി സമയം എടുക്കുമായിരിക്കും? പണ്ടൊക്കെ ഒരു പെയിൻഫുൾ പ്രൊസീജിയർ എന്ന് എല്ലാവരും പറയുമായിരുന്നു. ഇപ്പോഴത്തേക്ക് അനസ്തീഷ്യ അഡ്വാൻസ്മെൻറ്റ് കാരണം വലിയ പെയിൻഫുൾ എന്ന് പറയാൻ പറ്റില്ല. സർജറി നമ്മളിവിടെ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു സർജറി കഴിഞ്ഞാൽ യൂഷ്വലി സെക്കൻഡ് ഡേ തന്നെ പേഷ്യൻറ്റിനെ നിർത്താം. അതേപോലെ ചെറുതായിട്ട് മുട്ട് മടക്കാം. യൂഷ്വലി സെക്കൻഡോ തേർഡ് ഡേ ഉണ്ട് വോക്കറിൻ്റെ സഹായത്തോടെ നടത്താറുണ്ട്. ഒരു മാസം കൊണ്ട് നമ്മൾ വോക്കറില്ലാതെ ചെറുതായിട്ടുള്ള നോർമൽ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. ഒരു ബാക്ക് ടു നോർമൽ ഒരു 3 months ഉണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യൂഷ്വലി 3 months കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. ഈ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണോ? ആ രീതിയിൽ ഉണ്ടാകുന്നതും കൂടെയാണോ ഇത്? അതെ, തീർച്ചയായിട്ടും. നമ്മൾ മുട്ട് തേയ്മാനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയുണ്ടായി, ബോഡി വെയിറ്റ് കൂടുക, അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുക. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളുള്ളപ്പോഴത്തേക്ക് നമ്മൾ ബോൺസിനോ മസിൽസിനോ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അത് കാരണമാണ് കൂടുതലും തേയ്മാനം സംഭവിക്കുക. അപ്പോൾ അത് നമുക്ക് സാധാരണ ഒരു എക്സസൈസോടുകൂടി പിന്നെ അതിൻ്റെ കൂടെ മെഡിസിൻ സപ്ലിമെൻറ്റ്, ആഹാര ക്രമീകരണം, ഇതെല്ലാത്തോടുകൂടി നമുക്കത് ഒരു നോർമൽ രീതിയിലുള്ള ലൈഫിലോട്ട് മാറാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് മുട്ടുവേദനയോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാൾ ഒത്തിരി സമയം നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കുറച്ച് കൂടുതലായിട്ട് ഹെക്റ്റിക്കായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറേ ദിവസത്തേക്ക് നീളുന്ന മുട്ടുവേദന ഉണ്ടാകാറുണ്ടല്ലോ. അതിനുള്ള മെയിൻ റീസൺ എന്താണ്? അതിനായിട്ട് നമ്മൾ എന്താണ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് രീതികളും കാര്യങ്ങളും മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരിക്കും? യൂഷ്വലി നമ്മൾ ബോൺസിലുള്ള മസിൽസിന് സ്ട്രെങ്ത് കുറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് പറയാറുള്ളത്. അപ്പോൾ അതിനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് സ്വിമ്മിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ജോയിൻസ് എല്ലാം സ്ട്രെച്ച് ആവും, ബോൺസിന് നല്ല സ്ട്രെങ്ത്. പിന്നെ സ്റ്റാറ്റിക് സൈക്ലിംഗ്, അതായത് ഇരുന്ന് ചവിട്ടുന്ന സൈക്കിൾ, പിന്നെ വാക്കിംഗ്, നിരപ്പ് സ്ഥലത്തൂടെ നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയാണെന്ന് കൂടുതലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് സ്റ്റെപ്പ് കയറുക, ഇറങ്ങുക, മുട്ട് ചമ്മണം പടിഞ്ഞ് താഴെ ഇരിക്കുക. പിന്നെ ചിലർ എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ട്, ജിമ്മിലൊക്കെ പോകുന്നപ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള ചില രീതിയിലുള്ള ഈഗോ ലിഫ്റ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ നോർമലായിട്ടുള്ള ഡയറ്റ്, ഇപ്പം നമ്മൾ ഡയറ്റ് നോക്കിയാൽ കാൽഷ്യം കൂടുതലുള്ള ആഹാരം കൂടുതലും നോൺ വെജ് ഐറ്റംസിലാണ് ഉണ്ടാവുക. ഫിഷ്, എഗ്ഗ്, പിന്നെ അതേപോലെ മിൽക്ക് ഐറ്റംസ്, മിൽക്ക്, ചീസ്, അതിലൊക്കെ കൂടുതലായിട്ട് വരും. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ, ബെറി ഐറ്റംസ്, അതുപോലെ വാൾനട്ട്, ആൽമണ്ട്സ്, അതിലൊക്കെ
കൂടുതലായിട്ട് കാണാറുണ്ട്. ജെൻറ്റലായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ചിലർ എടുക്കാറുണ്ട്. ആ സപ്ലിമെൻ്റ് എടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്ററായി. അങ്ങനെയാണെങ്കിൽ ബോൺസിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം? പിന്നെ നമ്മൾ ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലോ അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം? സർജറി ചെയ്ത ആദ്യത്തെ ഞാൻ പറഞ്ഞ ആദ്യത്തെ 2-3 മാസം നമുക്ക് അധികം സ്ട്രെസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താഴെ കുത്തിയിരിക്കുക, എഴുന്നേൽക്കുക, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, അങ്ങനെയൊന്നും. അന്ന് ഒരു കാലക്രമേണ ഒരു 2-3 മാസം കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആകുമ്പം നമുക്ക് ചമ്മണം പടിഞ്ഞിരിക്കുക, അതേപോലെ ഇന്ത്യൻ ക്ലോസിറ്റീസ് അങ്ങനത്തെ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത് നമ്മൾ പലർക്കും പറ്റുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമുക്ക് സർജറി കഴിഞ്ഞാലും എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി നിർത്തും. ആക്ച്വലി അത് കഴിഞ്ഞാൽ നമുക്കൊരു 5 to 6 months വരെ കണ്ടിന്യൂ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് ചെയ്താൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട്സ് കിട്ടും. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചില രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം സ്പെഷ്യലി സ്പോർട്സിലൊക്കെ നമ്മൾ ഈ മുട്ട് കുഴ മാറിപ്പോവുക, തിരിഞ്ഞു പോവുക എന്നൊക്കെ പറയുമല്ലോ. സോ അതിപ്പോൾ നമ്മൾ പ്രോപ്പർ ആക്കിയാലും അത് പിന്നെയും വരാൻ സാധ്യതയുള്ള ഒന്നാണോ ഈ കുഴ മാറിക്കിടക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ? ഞാൻ നേരത്തെ നമ്മളൊരു സ്പോർട്സ് ഇഞ്ചുറി കൊണ്ട് പലപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിൽ ഒരാഴ്ചയ്ക്ക് അതിൻ്റെ വേദന ചിലപ്പം കാണത്തുള്ളൂ. അപ്പോൾ ആ വേദന മാറുമ്പോൾ പലരും ആ ഒരു അസുഖത്തിനെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുപ്പമാകുമ്പോൾ നമുക്കതറിയില്ല. കുറച്ച് കഴിയുമ്പം അത് കാരണം നമുക്ക് ലിഗ്മെൻസിനോ വാഷറിനോ ഡാമേജ് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരു മുട്ട് തേയ്മാനത്തിലോട്ട് മാറും. അപ്പോഴാണ് നമുക്ക് പിന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്. ആ സമയത്ത് പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യമേ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ബെറ്ററായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു രോഗമുള്ളവരെ ഒത്തിരി പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. സോ അത് എത്രത്തോളം നെഗറ്റീവാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്ന പോസിറ്റീവാണോ? പെയിൻ കില്ലറെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. പെയിൻ കില്ലർ കഴിച്ചാൽ കിഡ്നിക്ക് ഡാമേജ് വരുമോ, ലിവറിന് ഡാമേജ് വരുമോ എന്നൊക്കെ പല മിഥ്യാധാരണകളും ഉണ്ട്. നമ്മൾ ഒരു വേദന വന്നാൽ തീർച്ചയായിട്ടും അതിന് പെയിൻ്റെ മെഡിസിൻ എടുത്തെങ്കിലേ അത് മാറത്തുള്ളൂ. നമുക്ക് പെയിനിന് വേണ്ടിയിട്ട് പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ എന്തായാലും പെയിൻ മാറാൻ പോകുന്നില്ല. ഒരു ഷോർട്ട് കോഴ്സ്, ഒരാഴ്ചയോ 10 ദിവസം ഏതെങ്കിലും ഒരു പെയിൻ്റെ മെഡിസിൻ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഈ പെയിൻ കില്ലേഴ്സ് ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ദൂഷ്യവശങ്ങൾ കൂടുതലും കാണുന്നത്. അതായത് റീനൽ ഫംഗ്ഷനിൽ വ്യത്യാസം വരിക, ലിവർ ഫംഗ്ഷന് വ്യത്യാസം വരികയുള്ളൂ. അപ്പോൾ ആ സ്റ്റേജിലോട്ട് എത്താതിരിക്കാനാണ് നമ്മൾ ഇനിഷ്യലി തന്നെ അത് ട്രീറ്റ് ചെയ്താൽ ആ സ്റ്റേജിലോട്ട് എത്തത്തില്ല. ഒരു 3rd or 4th സ്റ്റേജിൽ ആകുമ്പോഴത്തേക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ, അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ ഈ പെയിൻ്റെ മെഡിസിൻസ് കൂടുതലും എടുക്കുന്നത്. അപ്പം ആ സ്റ്റേജ് എത്താതെ നോക്കിയാൽ, ആ സ്റ്റേജ് എത്തിയാൽ പിന്നെ അടുത്ത സർജറിയിലോട്ട് പോയാൽ നമുക്ക് ഈ ഒരു മരുന്നിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഒത്തിരി പേര് ഇപ്പോൾ ഇൻടേക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ്. അതിൻ്റെയൊക്കെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അത് എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്? നമ്മൾ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ പറയുന്നുണ്ടായി, കാൽഷ്യം, വൈറ്റമിൻ D3 സപ്ലിമെൻറ്റ്, omega-3 ഫാറ്റി ആസിഡ്സ്, അതിനൊക്കെ പിന്നെ പ്രോട്ടീൻസ് പൗഡേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുത്തതിന് ശേഷം, ഇപ്പോൾ എല്ലാവർക്കും എല്ലാം കഴിക്കാൻ പറ്റണം എന്നൊന്നുമില്ല. അവരുടെ ജനറൽ കണ്ടീഷൻ നോക്കിയിട്ടേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. മറ്റുള്ളതിനെക്കുറിച്ച് അതിൽ പഠനങ്ങൾ വരുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാറ് ആയിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വൈൻഡ് അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട്, ഈ ഒരു അസുഖബാധിതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക്, മുട്ട് തേയ്മാനം ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതി കഴിഞ്ഞവരോട് ഡോക്ടറിന് കോമൺ ആയിട്ട് ജനറലായിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളെല്ലാ ഡോക്ടേഴ്സും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ആ സ്റ്റേജിൽ എത്താതിരിക്കുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസിൽസിൻ്റെ എല്ലിൻ്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തുക എന്നുള്ളത്. അതിന് റെഗുലറായിട്ടുള്ള എക്സസൈസ്, അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് സ്ട്രെച്ചിങ് എക്സസൈസ്, വാക്കിംഗ്, അങ്ങനെ ജനറലായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം എടുക്കുക. പിന്നെ അതേപോലെ എന്തെങ്കിലും മുട്ട് വേദനയോ അല്ലെങ്കിൽ ജോയിൻറ്റ് വേദനയായിട്ടുള്ള നമുക്ക് സ്ഥിരമായിട്ട് ബാധിക്കുന്നു, നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് മറ്റു കാര്യങ്ങളെല്ലാം. മുട്ടുവേദന, മുട്ട് തേയ്മാനത്തിനെ കുറിച്ചിട്ട് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനാണ് ഡോക്ടർ ഇപ്പം നടത്തിയത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.